ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് കണ്ടിട്ട് ആരും എന്നെ പൊങ്കാലയിടല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 1.5 kg സ്ക്വയർ കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ പാനില്ല. അപ്പോൾ നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിലാണ് സ്ക്വയർ കേക്ക് സാധാരണ 1.5 കിലോയുടെ ചെയ്യാറുള്ളത്. അപ്പം എൻ്റെ അടുത്ത് സ്ക്വയർ പാൻ 8 ഇഞ്ചിൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ റൗണ്ടിൽ നമുക്ക് 10 ഇഞ്ചിൽ ബേസിൽ ചെയ്തിട്ട് പരത്തി ചെയ്യാം, എന്നിട്ട് അതാണെങ്കിൽ സ്ക്വയർ ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ സ്ക്വയറിൽ ആക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിൽ 10 ഇഞ്ചിൻ്റെ ബേസിൽ നമ്മൾ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ നമ്മൾ ബേസ് ബേക്ക് ചെയ്തെടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഈ സാധനം അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റെക്റ്റാങ്കിൾ ആകും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സ്ക്വയർ ആണല്ലോ പറഞ്ഞ് പിന്നെ അങ്ങനെ എന്ന് വിചാരിച്ച് ഞാനപ്പം കട്ട് ചെയ്ത് ഇത് ഈ റൗണ്ടിലുള്ള കേക്ക് 4ആയിട്ട് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ തിരിച്ച് വെക്കുമ്പം അത് കറക്റ്റ് സ്ക്വയർ ആവും. പക്ഷെ അന്നേരം ആണെങ്കിൽ അതിൻ്റെ നടുക്ക് ഹോള് വരും. അപ്പോൾ അതിന് നമ്മൾ വേറെയും കേക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പം അതിനുള്ള എക്സ്ട്രാ കേക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഈ കേക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് വെച്ച് നോക്കാം, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു മനസ്സിലൊരു ഐഡിയ തോന്നിയപ്പം അങ്ങനെ ഞാൻ ചെയ്ത് നോക്കുക കേട്ടോ. വർക്കൗട്ട് ആയോ ഇല്ലയോ എന്ന് നിങ്ങളിത് കണ്ടിട്ട് പറയണം. പക്ഷേ നമ്മൾക്ക് വേസ്റ്റേജ് ഒന്നും വന്നിട്ടില്ല, നമ്മളെല്ലാം കറക്റ്റായിട്ട് അതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഫിനിഷിങ്ങിൽ റെഡിയാക്കി എടുക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ എനിക്ക്. അപ്പം എൻ്റെ കയ്യിൽ സ്ക്വയറും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ പിന്നെ വാങ്ങിക്കാൻ നമ്മളിനി പത്തനംതിട്ട വരെ പിന്നെയും പോകണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 2 kgയുടെ റൗണ്ട് ബേസ് ഇരിപ്പുണ്ട്, അപ്പോൾ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ റൗണ്ട് ബേസിൽ നമ്മൾ ചെയ്യുന്നത്. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം കേട്ടോ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് സ്ക്വയറിൻ്റെ മോൾഡ് വാങ്ങിക്കണമെന്നുള്ളത്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. എന്തെങ്കിലും നടക്കുമായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതിൽ ബേക്ക് ചെയ്ത് അങ്ങ് എടുത്തായിട്ട് കട്ട് ചെയ്ത് നമുക്ക് 2ആയിട്ടോ 3ആയിട്ടോ എത്ര ലെയറാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ആകുമ്പം 1.5 കിലോ ഒക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ പിന്നെ ഇരിക്കുന്ന ഒരു മോൾഡ് ഏതാണെന്ന് ചോദിച്ചാൽ സ്ക്വയറിൻ്റെ എനിക്ക് തോന്നുന്നു 2 കിലോയുടെ 12 ഇഞ്ചിൻ്റെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടിത് തീരെ അങ്ങ് കട്ടി കുറഞ്ഞു, അതുകൊണ്ട് അതിൽ ബേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നുള്ളത് 7 ഇഞ്ചിൻ്റെ. അപ്പോൾ അതാണെങ്കിലും ഭയങ്കര ഹൈറ്റായി പോവും, നമുക്ക് പരന്ന് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് ഡിസൈൻ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പേരെഴുതി കൊടുക്കുമായിരുന്നു കേട്ടോ. അഭിനയ എന്നായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ പേര്. പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ ഇനി സൈഡിലൂടെ നമുക്ക് ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൂടെ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചപ്പോഴത്തേന് തന്നെ കസ്റ്റമറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചേച്ചിക്ക് ഞാനിത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഇതുകൊണ്ടാണ് കേട്ടോ ആദ്യമേ എന്നെ പൊങ്കാല ഇടല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ, ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ എന്തിനാണ് വെക്കുന്നത്, ഡയറക്റ്റായിട്ട് അങ്ങ് ചെയ്താൽ പോരെ എന്നൊക്കെ തോന്നത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യമേ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ മോൾഡ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്യുന്നതാണല്ലോ എളുപ്പം ചെയ്യുന്ന രീതിയിലാണല്ലോ നമുക്കും ചെയ്യാൻ സൗകര്യം. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.